സർ, അയ്യപ്പൻകോവിൽ ഫോറസ്റ്റിനടുത്തായി കാഞ്ഞാർ റൂട്ടിൽ കൊക്കയിലേക്ക് ഒരു ജീപ്പ് മറിഞ്ഞതായി ആദിവാസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ. P17 കൺട്രോൾ ആൻസറിംഗ്. എത്ര മണിക്കാണ് അപകടം നടന്നത്? സർ, ഏകദേശം 1 മണിക്കൂറിനോട് അടുപ്പിച്ചായി. വണ്ടി മറിഞ്ഞിട്ടുള്ളത് അടിവാരത്തിലേക്കാണ്. അവിടെ പറക്കുളം സ്റ്റേഷൻ വരികയാണ് സർ. ഓവർ. P19 കൺട്രോൾ കാളിംഗ്. കാഞ്ഞാർ റൂട്ടിൽ നിന്നും ഒരു ജീപ്പ് മറിഞ്ഞ് അടിവാരത്തിലേക്ക് വീണിട്ടുള്ളതായി മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഓവർ. ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിരുന്നു. SHOയും 4 CPOയും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഓവർ. P15 കോളിംഗ്. P15 കൺട്രോൾ ആൻസറിംഗ്. സർ, പീരുമേട് സബ് ജയിലിൽ നിന്ന് 2 പ്രതികളുമായി എറണാകുളത്തേക്ക് ഇന്ന് രാവിലെ 8 മണിക്ക് കാഞ്ഞാർ റൂട്ട് വഴി ജീപ്പ് പുറപ്പെട്ടിരുന്നു. ഓവർ. P11 മൊബൈൽ കൺട്രോൾ കാളിംഗ്. P11 ആൻസറിംഗ് സർ. വയർലെസ്സിൽ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓവർ. അവരുടെ ആരുടെയെങ്കിലും സെൽഫോണിൽ ട്രൈ ചെയ്തില്ലേ? സർ, പുള്ളിക്കാനെ കുമ്പനാന ഏരിയകളിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തതിനാൽ ഫോൺ വഴി ബന്ധപ്പെടാനാവുന്നില്ല. P19 മൊബൈൽ SH രാജൻ കോളിംഗ് സർ. പറഞ്ഞോളൂ രാജൻ. സർ, ഞങ്ങൾ ഓൺ ദ വേ ആണ്. അടിവാരം മുഴുവൻ കോട ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് എത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് സർ. ഓവർ. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇല്ല സർ, വാഹനം 65 അടിയോളം താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ജനവാസം തീരെയില്ലാത്ത സ്ഥലമായതിനാൽ അവിടെ എത്തിപ്പെടാതെ ഒന്നും പറയാനല്ല സർ. രാവിലെ 8 മണിക്ക് പുറപ്പെട്ടതെങ്കിൽ പോലീസ് വാഹനം ഇപ്പോൾ മുട്ടം ഏരിയ കവർ ചെയ്യേണ്ടതല്ലേ? P22 ട്രാഫിക് സ്റ്റേഷൻ കൺട്രോൾ കാളിംഗ്. P22 ട്രാഫിക് സ്റ്റേഷൻ SHO അരുൺ ആൻസറിംഗ്. KL01 AU 2346 ടാറ്റ സുമോ പോലീസ് വാഹനം അതുവഴി കടന്നുപോയതായി എന്തെങ്കിലും വിവരം ലഭിച്ചോ? ബോർഡില് അവർക്ക് മുട്ടം ടൗൺ പാസ് ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു വാഹനം ഇതുവഴി വന്നിട്ടില്ല. ഓവർ. ഹലോ, പീരുമേട് സബ് ജയിൽ. ശരി. സാർ, പ്രിസണേഴ്സുമായി പോയ ജീപ്പ് മറിഞ്ഞു. എവിടെ വെച്ച്? ഹലോ, ഹലോ. We are on the way, sir. Sir. ഹലോ, ഹലോ. മെയിൻ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണോ അവർ വഴിയെടുത്തത്? അതെ സാർ. ഇന്നലെ രാത്രി വീണ്ടും ഉരുൾപൊട്ടി സാർ. മെയിൻ റോഡ് ക്ലിയർ ആയി ഇനി 2 ദിവസം. അവര് 2 പ്രശ്നേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? അതെ സാർ, ഒരു കൊലക്കേസ് പ്രതി, ഒരു മോഷണ കേസ്. ആരാ? ഞാനാ. എവിടെ? ഇവിടെ ഇവിടെ. ഞാനിതെവിടെയാ? ലുലു മാളില്. ലുലു മാൾ?
ഹായ്, നമ്മൾ വന്ന വണ്ടിയാ. കിടക്കട കിടപ്പ് കണ്ട്. ഹലോ, രക്ഷപ്പെട്ടു. വേറെ വണ്ടി വന്നു. വാ. തനിക്കെന്തോ വട്ടാണോ? തനിങ്ങോട്ടേ ഓടണേ. പോലീസ് വരുന്ന കണ്ടില്ലേ? അവര് കണ്ടാ പിടിക്കില്ലേ? അത് നമ്മൾ ജയിലിൽ അടിയൊന്നല്ലോ. ജീപ്പ് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. അത് എന്റെ ഇഷ്ടം. ഞാൻ തിരിച്ചു പോവാ. അപ്പൊ ഇതോ മുറിക്കണം. എങ്ങനെ? അതെന്റെ പ്രശ്നമല്ലോ. കഴിഞ്ഞ അപ്പൊ ആ ഭാഗം ക്ലിയർ ആയില്ലേ? ചമ്മന്തി അരയ്ക്കാൻ വന്നിരിക്കുക. ലോ, ഇതിങ്ങനെയല്ല മുറിക്കേണ്ടത്. ഉളി വേണ്ടി വരും. ഈ കൊടുങ്കാട്ടിൽ എവിടെയാണോ ഉളി? അത് ശരി, മൂപ്പിക്ക. ഞാൻ പോവാ. സാറേ, മിണ്ടല്ലേ പ്ലീസ്. വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്തിരിക്കാനാണ്. മിണ്ടല്ലേ പ്ലീസ് പ്ലീസ്. ഡോണ്ട് ഷൗട്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ കൈയെടുക്ക. ഒച്ച വയ്ക്കില്ലല്ലോ. ശ്വാസം കിട്ടിയല്ലോ. ഒച്ച വയ്ക്കാൻ പറ്റുള്ളൂ. ദൈവമായിട്ട് തന്നൊരു അവസരമാ. നമുക്ക് രക്ഷപ്പെടാം. ഞാനില്ല. എന്തൊരു കഷ്ടം. എനിക്ക് രക്ഷപ്പെടണേ. എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു നിരപരാധിയാ. അതെ, ഞാനൊരു അപരാധി, ഒരു കള്ളനാ. കട്ടേനെ എന്നെ പോലീസ് പിടിച്ച് കൊണ്ടിട്ടാത്തോണ്ട് അത്തണ്ടികൾക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓ, സോ യു നോട്ട് കോൺവിക്റ്റഡ്? യാ. ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ല? എവിടുന്ന്? എന്നെ പിടിച്ച് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോ നിങ്ങളെങ്ങനെ സബ് ജയിലിൽ വന്നു? ഒരു മിനിറ്റ്, ഒന്നാലോചിക്കട്ടെ. ആ, കിട്ടി. സർ, മുസ്തഫ എന്നാണ് അവന്റെ പേര്. ഇതിനു മുമ്പ് 1-2 തവണ ചിലർ മോഷണത്തിനും പോക്കറ്റ് അടിക്കുകയൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഒരു വാച്ച് മോഷണ കേസിൽ പ്രതിയാണെന്ന് സംശയമുണ്ട് സർ. സംശയം മാത്രമേ ഉള്ളൂ, ഉറപ്പില്ലേ? മോഷണം നടന്ന ദിവസം രാവിലെ അയാൾ കടയിൽ വന്ന് വാച്ചുകളൊക്കെ നോക്കിയിട്ട് പോയി. വൈകിട്ട് നോക്കിയപ്പോഴാണ് അതിലൊരു വാച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് ഒറിജിനൽ അടിച്ചു മാറ്റിയതും ആവാം. പക്ഷേ CCTVയിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് കിട്ടിയിട്ടില്ല. 2 ദിവസം മുമ്പ് കുട്ടിക്കാനത്ത് വെച്ച് അവനെ പൊക്കിയത് ട്രാഫിക് ചെക്കിങ്ങിൽ. അയാളുടെ കേസ് എറണാകുളത്തല്ലേ, പിന്നെ ഇങ്ങനെ പീരുമേട് സബ് ജയിലിലെത്തി? അത് ട്രാൻസിറ്റ് വാറിന്റെ അടുത്ത് അവൻ എറണാകുളത്ത് കൊണ്ടുവരുന്ന അപ്പോഴാണ് ഉരുൾപൊട്ടി റോഡ് ബ്ലോക്ക് ആയത്. പിന്നെ കോടതി സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് സബ് ജയിലിൽ തന്നെ കീപ്പ് ചെയ്തു. അപ്പൊ മറ്റേയാൾ? അയാളെ തെളിവെടുപ്പിനായി എറണാകുളത്തേക്ക് കൊണ്ടുപോയിരുന്നു. 1 മാസം മുമ്പ് പീരിമേഡിലുണ്ടായ ഒരു മർഡർ കേസിലെ പ്രതിയാണ്. കൊലപാതകോ? താൻ ആള് കൊള്ളാലോ. താൻ ആരെ ഒന്ന്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല, പെട്ടുപോയതാ. പിന്നെ പോലീസുകാർ കുറെ തല്ലിയപ്പോ കുറ്റം സമ്മതിച്ചു പോയി. ആ, തല്ല് പേടികളാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ അത്രയും കലിപ്പ് അവർക്ക് ലോകത്ത് ആരോടുമില്ല. ഇപ്പോഴാണെങ്കിൽ അവരെടുത്ത് ടക്കനെന്ന് മൂത്രമൊഴിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ
അമ്മരിടിച്ച് നമ്മുടെ മുലപ്പാൽ വരെ കക്കിക്കും. ഇല്ല, ഞാൻ പിടികൊടുക്കില്ല. അതിലും ഭേദം മരണോ. പിടികൊടുക്കുന്നല്ലോ, ഒരു പിടിക്കുന്നല്ലേ. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? എന്തിനും? ഇവിടുന്ന് രക്ഷപ്പെടാൻ. ബെസ്റ്റ്. അതെ, അതിന് ചില പ്രശ്നങ്ങളൊക്കെ. പ്രശ്നമൊന്ന്, ദേ ഈ വിലങ്ങ് മുറിക്കണം. ഈ കാട്ടിലതിനുള്ള സൗകര്യമില്ല. ഇനി ഇതുമായിട്ട് കാട്ടിന് പുറത്തെങ്ങാനും പോയി എപ്പോൾ പിടിച്ചു നോച്ചാൽ. പ്രശ്നം 2, പോലീസ് എങ്ങാനും പിടിച്ചാൽ എനിക്ക് ഡബിൾ ഇടിയ. 1, ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്, 2, നിങ്ങളെ സഹായിച്ചു. പ്രശ്നം 3, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് സഹായിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ സഹോദരനോ ആത്മാർത്ഥ ചങ്ങായോ ആയിരിക്കണം. കുറഞ്ഞ പക്ഷെ എൻ്റെ വല്യമ്മാൻ്റെ മോനെങ്കിലും ആയിരിക്കണം. അല്ലല്ലോ. ഇനി പ്രശ്നം 4. ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. കിട്ടിയില്ല. തൽക്കാലം എത്ര പ്രശ്നമൊക്കെ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്തിനാ മോഷ്ടിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി. പണം ഉണ്ടാക്കാൻ. ജീവിക്കാൻ പണം വേണല്ലോ. ആ പണം ഞാൻ തന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കും. അത് തരുന്ന തുക ആശ്രയിച്ചിരിക്കും. എത്ര തരും? എത്ര വേണം? ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. കിട്ടി. 5 ലക്ഷം രൂപ. 1 ലക്ഷം. 4, 2, 3, 2.5. മതി. മത്തിക്കൊച്ചിട്ടൊന്നല്ലോ. തൽക്കാലം 3 ഉറപ്പിക്കാം. നിങ്ങളുടെ താഴേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ? സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? എന്നെ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ. പിന്നെ? ഒരാളെ കണ്ടെത്താൻ സഹായിക്കണം. ആരെ? യഥാർത്ഥ കൊലയാളി. എനിക്കൊരാളെ സംശയമുണ്ട്. അയാളെ കണ്ടെത്തണം. എന്നിട്ട് അവനെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനൊന്നും എന്നെ കിട്ടില്ല. ഇയാൾ കൊല്ലുമൊന്നും വേണ്ട. കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ മതി. ഞാൻ കൊന്നോളാം. അഡ്രസ് ഉണ്ട് കയ്യിൽ? അല്ല, അഡ്രസ്സിൻ്റെ എളുപ്പമായിരുന്നു. എന്തായാലും നമ്മളൊരു പരിചയപ്പെട്ടില്ല. ഞാൻ മുസ്തഫ. മുസ്ലിമാണല്ലേ? എന്താ പാകിസ്ഥാനി പണോ? നമ്മള് വിമൽ കുമാർ. ഹിന്ദുവാണല്ലേ? അപ്പൊ പിടിക്കാൻ പറഞ്ഞത് എന്തായാലും ക്രിസ്ത്യാനിയായിരിക്കും. ഉറപ്പാ. ഇങ്ങനെ ഓടിയാൽ ശരിയാവില്ല. അതന്നെ എനിക്ക് പറയാനുള്ള. ഇങ്ങനെ ശരിയാവില്ല. മയ്യത്തായി പോകും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്പീഡ് പോരാന്ന്. ഒരു മിനിറ്റ്. ഹലോ, ഈ സ്പീഡിൽ പോയാൽ ഇരുട്ടുന്നതിന് മുന്നേ കാടിന് പുറത്തെത്താൻ സാധിക്കില്ല. 3 ദിവസമെങ്കിലും എടുക്കും ഈ കാട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ. വാട്ട്? 3 ദിവസം? വിവരക്കേട് പറയാടൂ. ദേ, ആ കാണുന്ന മലയിലൂടെയാ നമ്മൾ വന്ന് വഴി പോകുന്നത്. ആ ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്ക് വഴിയിലെത്താൻ സാധിക്കും. അതിൽ നല്ല തിരികെ പോയിട്ട് പോലീസ് ജീപ്പിൽ കയറി ജയിലിൽ പോകുന്ന. നേരെ ചെന്ന് പോലീസിന്റെ വയലോട്ട് കയറി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രമല്ല, ഈ വിലങ്ങുമായിട്ട് ആര് കണ്ടാലും അപകട. ചങ്ങായി, ഇരി. നമ്മൾ ഈ കാട്ടിലുണ്ടെന്ന് പോലീസുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ കാടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ ഈ കാട്ടിലിറങ്ങി പരിശോധിച്ചാലും മതി. എങ്ങനെയെങ്കിലേ ഈ കാട്ടിലൊരു 4-5 ദിവസം പിടിച്ചു നിന്നാ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് അവർ തിരിച്ച് ജീപ്പിൽ കയറി പൊക്കോളും. ഇപ്പൊ 4-5 ദിവസമായോ? കുറച്ചു മുമ്പ് 3 ദിവസം എന്നാണല്ലോ പറഞ്ഞത്. ബെസ്റ്റ്. ഞാനല്ല ഈ ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഒരു ഊഹം. ഇത്രയുള്ളൂ. ശരി, വാ. ഇവിടെ കുറേ നേരമായി. പോ. അവരിപ്പോഴൊന്നും തിരച്ചിൽ തുടങ്ങാൻ വഴിയില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? താനല്ലോ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതെനിക്കറിയാം. 2 മണിക്കൂറിനുള്ളിൽ നേരെ എത്തും. നമ്മുടെ കേരള പോലീസല്ലേ, അത്രയ്ക്ക് ദുഷ്കാന്തിൻ്റെ അവനൊക്കെ വഴിയുള്ളൂ. ആയിരിക്കാം. എന്നാൽ റിസ്ക് എടുക്കണ്ട. വാ, പോവാ. ഒരു മിനിറ്റ്. എഗ്രിമെന്റിലെ വിശ്രമ സമയം പറയാണ്ടിരുന്നത് തെണ്ടിത്തരായിപ്പോയി. നടന്നു പോയപ്പോലെ ഓടാൻ വയ്യ. അതെ, കാട്ടിൽ വളരെ സൂക്ഷിച്ചു കിടക്കണം. ഇല്ല, എവിടെയായാലും സൂക്ഷിച്ചു കിടക്കണമല്ലോ. വേഗം വന്നേ. ഒന്ന് പതുക്കെ പോവായി. എന്താ കണ്ടില്ലേ? ഇതാ എൻ്റെ അവസ്ഥ. ഈ ഷൂ എന്താ പച്ച കളർ? അത് ഞങ്ങളുടെ ദേശീയ കളറാ. നിങ്ങളുടെ ഷൂ എന്താ എങ്ങനെ? ഇത് എയർ ഷൂ എന്നുവെച്ചാ ഇതിന്റെ സോഡിൽ എയർ ഉണ്ടെന്ന്. പഞ്ചറായോടെ ഒട്ടിക്കാനും സ്ഥലമില്ലാട്ടോ. പാടും വരില്ലേ? പോലീസുകാർക്ക് സാരമായ പരിക്കളൊന്നുമില്ല. അവരെ സെർച്ച് ചെയ്യുന്നുണ്ട് സാർ.
ഞങ്ങൾ ഈ സമീപ പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചു. അതെ സർ, അവര് രക്ഷപ്പെട്ടിരിക്കാനാ സാധ്യത. സർ. ശരി സർ. ഇന്നിനിപ്പോ ഇത്രയും നേരമല്ലേ, നാളെ മുതലേ ഫുൾ സിഗ്നൽ സെർച്ച് തുടങ്ങാം. സർ. ലക്ഷ്മണൻ ചേട്ടാ ഒന്നേ വരൂ. DIG വിളിച്ചത്. നാളെ മുതൽ ഫുൾ സിഗ്നൽ സെർച്ച് തുടങ്ങണം. ഡോഗ് സ്ക്വാഡിൽ വിളിച്ച് 2-3 ഡോഗ് സിഗ്നൽ വേണമെന്ന് പറയും. ആംബുലൻസുകൾ വിളിച്ച് സഹായം ആവശ്യപ്പെടണം. ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടാവണം. പിന്നെ ഫോറസ്റ്റുകാരുടെ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യണം. സാർ ഇത്രയധികം സന്നാഹങ്ങൾ. കൊല്ലപ്പെട്ടത് ആഭ്യന്തരമന്ത്രിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അതുകൊണ്ട് എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും ഉപയോഗിച്ചോളാൻ DIG വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നാടി എടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. വെച്ചിട്ട് പൊടി ഭ്രാന്ത് പിടിച്ചിരിക്കും അവിടെ ഒരു സിനിമ. ആംബുലൻസ് കമോൺ. നിങ്ങൾ വയ്യാണ്ടായ സ്ഥിതിക്ക് കുറച്ചേരം നിന്നോളി. വല്ലാണ്ട് ദാഹിക്കുന്നു. ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഒരു നാരങ്ങ സോഡ ആയാലോ? ഐസ് ഉണ്ടാവില്ല എന്നുള്ളൂ. ഭയ കുടിക്കണില്ലേ? ഇതിൽ ഫുൾ ഇൻസെക്ട്സാ. ഈ വൃത്തികെട്ട വെള്ളം എങ്ങനെയാ കുടിക്കുന്നത്? വൃത്തികെട്ട വെള്ളം? ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം ലോകത്ത് കിട്ടില്ല ഭായി. ഡാർക്ക്. അതെ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മലയാളത്തിൽ പറയണം. നേരെ എത്താറായി. അത് തന്നെ പറഞ്ഞത്. എന്ത് നേരെ ഉരുട്ടാറായിന്ന്? ആ പറഞ്ഞാ പറ. ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും കൂടാ. ഇങ്ങ് വന്നേ. എന്തു പറ്റി സാർ? എന്താടോ ഇത്? എടോ എന്താ ഇതെന്നല്ലേ ചോദിച്ചത്? അല്ല, അത് സാറിന് തണുപ്പില്ലാത്ത നോർമൽ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ സ്റ്റോറിൽ നിന്ന് എടുത്താണ് സാർ. ഓ, അപ്പൊ അത് ശരി. ഇവിടെ ഫ്രിഡ്ജിനുള്ള ബോട്ടിൽ മാത്രമേ വൃത്തിയുള്ളൂ. അത് പിന്നെ എടോ, തന്നെ പോലുള്ളവരാണ് ഒരു സ്ഥാപനം നശിപ്പിക്കുന്നത്. സോറി സാർ, ഞാൻ തുടച്ചിട്ടാ കൊണ്ടുവന്നത്. എന്നിട്ടാണോ ബോട്ടിൽ പൊടിയിരിക്കുന്നത്? ഒരു തെറ്റ് ചെയ്തതും പോരാ, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ. സോറി സാർ. ഇഡിയറ്റ്. ഞാൻ ഓർഡർ ചെയ്ത ജ്യൂസ് എവിടെ? റെഡിയാണ് സാർ, ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് വെള്ളം വേണ്ട, പോയി ജ്യൂസ് കൊണ്ടുവാ. ശരി സാർ. ആള് ഭയങ്കര ഷൈനിങ് ആണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോ ചെലവന്മാർക്കുള്ള സൂക്കേടാ. ഒരുതരം ചീപ്പ് പെർഫോമൻസ്. എന്തൊരു വെറുപ്പിക്കല. നമുക്ക് ഇറങ്ങിയാലോ? താങ്ക്സ്. എത്രയായി? ഞാൻ കൊടുക്കാം. ഓക്കെ. അവള് വരുന്നില്ലല്ലോ. അപ്പൊ ഇനി ഹോസ്റ്റലിൽ കാണാട്ടോ. Hello? Yeah, I'm here. I know, sir. It's most unfortunate, yeah. I'll do it. Okay. Thank you. Thanks. മോനെ പെട്ടെന്ന് വാ. മൂവി ഇപ്പൊ തുടങ്ങും. Yeah, yeah. I think that should work out. Yeah. നീ ടെൻഷൻ അടിക്കാതെ. ഇല്ലില്ല, ഞാൻ ഓഫീസിലല്ലടാ, ഓബ്രോൺ മോളിലാ. ഒരു ക്ലയന്റിനെ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു പണി കിട്ടി. ഒരു അലവലാതി പെണ്ണ് കാരണം എന്റെ ഷർട്ട് മുഴുവൻ ജ്യൂസിന്റെ കറയാ. ചിരിക്കുന്നു. അവളെ എങ്ങാനും എന്റെ കൈ കിട്ടിയ. ആ, ഉച്ച കഴിഞ്ഞ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കടാ. ഓ, ഞാനെന്നില്ല, ഒരു മൂഡില്ല. ആകെ മൊത്തം ഒരു തല്ലിപ്പൊളി ദിവസമായിരുന്നു. ധനനഷ്ടം, മാനഹാനി. ഇനി അടുത്തത് എന്താണോ? ശരി. ആ, ബൈ.
ഹലോ ഹലോ പാമ്പായിട്ട് വഴിക്ക് പോയി നടന്നാ പോരെ? ആ നടന്നാ മതി. അടച്ചോ കാത്തു. ഹലോ പാമ്പ് ഒരുങ്ങനാണോ? എന്തുവാ ഇപ്പൊ പറഞ്ഞില്ലേ അതിൻ്റെ ഉവ്വ. ഇവിടെ വല്ല സിംഹവും മറ്റോ ഉണ്ടാവോ? അതെ, സിംഹം രാജസ്ഥാനിലെ ഗീർ വനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഗീർ വനം രാജസ്ഥാനിലല്ല, ഗുജറാത്തിലാ. ആ അപ്പൊ എല്ലാം അറിയാം. അറിയാം. എന്തായാലും ഇന്ത്യയിലാണല്ലോ. ഇതാണ് നിങ്ങൾ കമ്പ്യൂട്ടറുകാരുടെ കുഴപ്പം. എല്ലാം അറിയുകയും ചെയ്യാം, മറ്റെല്ലാം കണ്ടത്തരം ചോദിക്കുകയും ചെയ്യും. വാ പോവാ. ഇതിലും ഭേദം ആ ജീപ്പിൽ കുറഞ്ഞ ആവണായിരുന്നു. ഇനി എന്താണ് പാടാണ് പോലും. ഈ കാട്ടില് വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്നാണ്. ഓ, ചെറിയ പുലിയോ കടുവയൊക്കെ കാണും. ഞാനൊരു തമാശ പറഞ്ഞാ പോയി. ഇത്രയും പേടിയുള്ള ആൾക്കാർ ഈ വക പണിക്ക് ഇറങ്ങരുത്, മനസ്സിലായോ? ഇതങ്ങനെ വലിയ കാടൊന്നും അല്ലെന്നേ. വല്ല പാമ്പോ ആനയൊക്കെ കാണും. ആന അല്ല, ഞാനാ. പണി കിട്ടിയെന്നാ തോന്നണേ.
ഹലോ, എവിടെ പോയിരിക്കും? വേമ്പ ഒരാവശ്യം വരെ പോകരുത്. വന്നോണ്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദെൻ ഇനി അങ്ങോട്ട് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. ഈ കാണുന്ന അരുവിയുടെ 2 വശത്തോടെ വേണം നമ്മൾ മൂവ് ചെയ്യേണ്ടത്. രാജനും ടീമിനും ഈ ഭാഗത്തോടെ നീങ്ങാം. ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ച് നമ്മൾ കണ്ടുപിടുന്നു. ഓക്കെ സർ. ഓൾറൈറ്റ് ബെൻ സർ, ബി കെയർഫുൾ ആൻഡ് അലർട്ട്. ഓക്കെ സർ, ലെറ്റ്സ് സ്റ്റാർട്ട് സർ. വേഗം നടക്ക ഭായി. ഈ പാറയുടെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ പറ്റൂ. എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവില്ല. ഇതിപ്പോ ഊരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓ, നമ്മൾ വാങ്ങങ്ങൾക്ക് ഇത് കൊള്ളുന്നേ. ഇനി ഇങ്ങനെ 3 ലക്ഷം കിട്ടിയിട്ടാണ് മുഞ്ചുള്ള ജെട്ടികൾ വാങ്ങാൻ. ഇരിക്കുന്നില്ലേ? ഇതെന്താ ബോർഡ് മീറ്റിംഗ്? അല്ല, നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജോലിയായിട്ടിരിക്കായിരുന്നു. കാപ്പിയും ചായയും കുടിക്കാത്തതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വരുന്നില്ല. താൻ ഈ വാചകം നിർത്തി വേഗം കാര്യം സാധിക്കാൻ നോക്കൂ. അല്ല, നിങ്ങളെന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പരിപാടി അടിപൊളിയാക്കായിരുന്നു. താല്പര്യമില്ല. മലമേലെ തിരിയിട്ട് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലോ ഇവളാണിവളാണു ഇവിടുത്തെ കാറ്റാണു കാറ്റ്. ഒരു നാറ്റം. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറുകാർ തൂറുമ്പോൾ മുല്ലപ്പൂവിൻ്റെ വേണമല്ലേ? താൻ ഈ വൃത്തികെട്ട ഭാഷ നിർത്തുവോ? നോൺസെൻസ്. വൃത്തികെട്ട ഭാഷ. തീട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ വൃത്തികേടും, ചിട്ടെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞവൻ ഐസ്ക്രീം അല്ലേ? അല്ല പിന്നെ ആ ചെട്ടി നിർത്തരും പ്ലീസ്. ഇതിപ്പോ കാടായതുകൊണ്ട് ഓക്കെ. വല്ല മരുഭൂമിയിലൊക്കെ ആയിരുന്നു കാണായിരുന്നു. നാറ്റിച്ചതും പോരെ, ഇനി കാണിക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. അല്ല ഭായി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ അല്ല, ഇതാകുമ്പോ വെയിലും കൊള്ളണ്ട, തണലും ഉണ്ട്. തനിക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടായിരുന്നൂടെ? മിണ്ടായിരിക്കാൻ പറ്റില്ല. ഒരാഴ്ച വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാം, പക്ഷെ മിണ്ടായിരിക്കാൻ പറഞ്ഞാണല്ലോ ഞാൻ മരിച്ചു. എനിക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവായോണ്ടേ ഇതില്ല ഞാൻ ഈ അറിവ് മുഴുവൻ സമ്പാദിക്കുന്ന മറ്റുള്ളവരോട് സംസാരിച്ചിട്ടാ. അപ്പം ആരോട് സംസാരിക്കാണ്ടിരുന്ന എൻ്റെ അറിവ് കുറഞ്ഞു പോകില്ലേ? മനസ്സിലായോ? ഒരു 10 മിനിറ്റ് മിണ്ടായിരിക്കണമെങ്കിൽ എന്ത് തരണം? ഭായി എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ പോലെ ഈ യാത്ര ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അതെ, താൻ ഇനി മിണ്ടായിരുന്നില്ലെങ്കിൽ ഈ യാത്ര എനിക്ക് ഭയങ്കര ബോറായിരിക്കും. എന്നാ പാട്ട് പാടിയാലോ? അതായതിലും ഭേദം. പാട്ട് പാടാന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ട ടൈപ്പ് പാട്ടൊക്കെ ഉള്ളൂ കയ്യിൽ. അല്ലെങ്കിൽ പിന്നെ മൈലാഞ്ചി പാട്ട് പാടിയാലോ? ഏതെങ്കിലും ഒന്ന് പാടറോ? ഓ, നിക്ക് ഈ പാറ മുഴുവൻ എന്താ പൂടാ? പറഞ്ഞവര് ഈ പാട മുഴുവൻ എന്തോ പൂടാ? അല്ലോ, ശുഭന്ത്രായ ഓടുവായി. താനിലൂടെ പറഞ്ഞു ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പൊ കരടി ഇവിടെ വന്നു. കരടിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഓടേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ തനത്തിന് ഓടിയത്?
താൻ ഓടിയ പിന്നെ എനിക്ക് ഓടിയല്ലേ പറ്റുള്ളൂ. കിടന്ന കാറൊന്നും ഉണ്ടായിരുന്നല്ലോ, അതോ? ഞാനോ? ഒരു മിനിറ്റ്, ഒന്നാലോചിക്കട്ടെ. ഹലോ, അതല്ല, അത് കണ്ടോ? വാ. ഇതില് വല്ല വിഷമം കാണോ? ഏയ്, വരണ്ടിപ്പഴ ധൈര്യമായിട്ട് വെച്ചോ. ഓ, അപ്പൊ എന്നെയൊക്കെ വിശ്വാസം ആ ജന്തുവിനെ അല്ലേ? കുറച്ച് കഴിച്ചാൽ മതി, വയറൊന്നും പിടിക്കില്ല. പതുക്കമർ, വല്ല പെൺകരടിയും മാഞ്ഞു വരും. ഐ തിങ്ക് മൈ സ്റ്റൊമക്ക് ഇസ് അപ്സെറ്റ്. ഏയ്, അങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കരടിയൊന്നും ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തായി. അതല്ല, വയറിനൊരു അസ്വസ്ഥത, ഗ്യാസ് ആണെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് പറഞ്ഞല്ലേ വാരി പിടിച്ച് കഴിക്കണ്ട. 2 ദിവസമായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട്. വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണാൻ വയ്യായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പട്ടിണി നടക്കണമല്ല. ഞാനൊക്കെ 3 ദിവസം പൈപ്പിലെ വെള്ളം മാത്രം കൂടി ജീവിച്ചിട്ടുണ്ട്, അറിയോ? പ്രശ്നമായെന്ന് തോന്നുന്നു. നല്ല വലി, ഇയാളിത് എവിടേക്കാ ഓടുന്നത്? ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നല്ലോ. പുഴയോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. രാവിലെ നിങ്ങൾ ഇരുന്നില്ലേ ആ സ്ഥലം? അത്യാവശ്യം വേണ്ട ചോദിക്കുന്നത്. പുഴയല്ല, അരുവി. എന്താണെങ്കിലും വേണ്ടൂല. എവിടെയാ? അത് ഇവിടുന്ന് 1-1.5 മണിക്കൂർ പുറകോട്ട് ഓടണം. ഷിറ്റ്, അതുവരെ പിടിച്ചിരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതെ ഒന്ന് സഹായിക്കണോ? സഹായിക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ അത്. അതല്ല, ഇതിന് പറ്റിയ. 1 മിനിറ്റ് എന്നാലോചിക്കട്ടെ. 1 മിനിറ്റ് പറ്റില്ല, ഒരു സ്ഥലം കാണിച്ചാടോ. എത്ര സെന്റ് വേണ്ടി വരും? ആ, കിട്ടി. 2 മുറിയുണ്ട്. വിടി. ഇവിടെ ഒരു പ്രൈവസി ഇല്ലല്ലോ. എന്നാ വിടി. സഹായിക്കണ. ഇങ്ങോട്ട് നോക്കല്ലേ. പിന്നെ നയൻതാരല്ലേ എത്തി നോക്കാൻ. നല്ല മുല്ലപ്പൂവിന്റെ മണം. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ രാവിലെ ഒരു കമ്പനി ആരാ, അപ്പൊ പുച്ഛം. എന്തായി? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? എങ്ങനെ കഴുകും? അയ്യോ, ശരിയാണല്ലോ. എങ്ങനെ കഴുകും? അതിനല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. തൽക്കാലം ഒരു ഇലയെടുത്ത് തുടച്ചോ. മറ്റുള്ളവരെ പുച്ഛിച്ച് കളിയാക്കുന്നതിന് പടച്ചോൻ തരുന്ന ശിക്ഷയത്. അള്ളോ, എന്താ? ആരെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ആരാ? സോറി. ഞാൻ കണ്ടു. എന്ത്? ഇയാളെന്ത് ഈ വാഴയില കേട്ട് സദ്യ ഉണ്ടാൻ പോവാണ്. ഈ കാട്ടിൽ ആര് കാണാതിരുന്നിട്ട് അതൊക്കെ പൊത്തിപ്പിടിച്ചോണ്ട് നടക്കുന്നത്. പോലീസുകാരെങ്കിലും കണ്ടാലോ? ആ, കണ്ടാ സല്യൂട്ട് ചെയ്യും. എന്തൊരു തണുപ്പാണോ. സത്യത്തിൽ എന്താ വായുടെ കേസ്? ആ, മാത്യു, ഗുഡ് മോർണിംഗ്. എന്തായി? റെഡിയായോ? ഓക്കെ, ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ എത്താം. ഓക്കെ, ഐ വിൽ കോൾ യു ഓൺ ദി വേ. ഓൾറൈറ്റ്.
Okay, okay. All right, man. I'll see you. Matthew, ഞാൻ വന്നോണ്ടിരിക്കുക. Okay. Yeah, you just talk to the client and get back to me, okay? I'll be there in like 15 minutes. All right, come soon. Hello? Hey! അതെ, നിങ്ങൾ ആരെങ്കിലും കൂടെ ഒന്ന് വാ. ഇത് ചെറിയ കേസ്, നിങ്ങൾ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. വണ്ടി എടുത്ത് ബംഗാളിയുടെ പണി നോക്കിയാൽ ഇതൊക്കെ നോക്കാൻ ഞങ്ങൾ മലയാളികളുണ്ട് ഇവിടെ. പറ്റിയോ സാർ? വണ്ടി എടുക്കണോ? അതല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ. നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടായ നാട്ടുകാർ കൂടി ഒരു പൗരസമിതി ഉണ്ടാക്കും. പിന്നെ വണ്ടി ഇടിച്ചവന്റെ മെക്കെട്ട് കയറ്റം, നിയമോപദേശം, അഭിപ്രായം പറച്ചില്, പല കലാപരിപാടികളുണ്ടാവും. ഇടിച്ചാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആമക്കുകളും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ അവളെ ആശുപത്രി എത്തിച്ചു. നിക്ക് നിക്ക്, ഇനി കഥയുടെ അടുത്ത വഴിത്തിരിവ് ഞാൻ പറഞ്ഞേറ്റെ. എന്നിട്ട് കുട്ടി ആശുപത്രിയിൽ എത്തിയ ശേഷം ഇടിച്ച വണ്ടിയായിട്ട് ഉടമസ്ഥ മുങ്ങി. ശരിയല്ലേ? ആ, അപ്പോ കഥയുടെ ആ ഭാഗം ക്ലിയറായി. എങ്ങനെ മനസ്സിലായി? അത് നാട്ടുകടപ്പല്ലേ. നിങ്ങളെപ്പോലുള്ള മണ്ടന്മാര് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില്. ഇനി ബാക്കി കഥ പറ. അങ്ങനെ നിങ്ങൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാ മാത്യു? പെട്ടുപോയില്ലേ? നോ നോ, ഡോണ്ട് വറി, ഐ മാനേജ്. മാത്യു, ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. I'll be there soon. Excuse me. നിങ്ങളാണോ അപകടം പറ്റിയ പെൺകുട്ടി ഇവിടെ എത്തിച്ചത്? ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. അതെ, ആ കുട്ടിക്ക് ബോധം വന്നോ? ഇല്ല, അത്യാവശ്യമായിട്ട് കുറച്ച് മരുന്ന് വാങ്ങണം. സത്യത്തിൽ ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല. എന്റെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ കാർ അടിക്കുന്നത്. അപ്പൊ ആ കാറ് കയറ്റി കുട്ടിയെ കൊണ്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് കാറുകാരൻ എവിടെ? കാറുകാരൻ മുങ്ങി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല, ആ കുട്ടിയുടെ ആരെങ്കിലും വരുന്നത് വരെ. അതുവരെ ഒന്നും ചെയ്താ കുട്ടി ഇവിടെ ഇങ്ങനെ ഇടാനോ? അതൊന്നും പറ്റില്ല. ഇവിടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചികിത്സിച്ചേ പറ്റൂ. നിങ്ങൾ ചികിത്സിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല. ഒരു മാനസിക പരിഗണന വെച്ച്. സർ, സാറിനെ പോലെ മാനസിക പരിഗണനയുള്ള ആൾക്കാർ ഇന്ന് വളരെ കുറവാ. ഒരു സെൽഫി എടുത്തോട്ടെ? ഓക്കെ, ഞാൻ എടുത്തുതരാം. ഫേസ്ബുക്കിൽ ഇടാനായിരിക്കും അല്ലേ? അല്ല, പോലീസിനെ കാണിക്കാനാ. നിങ്ങളെങ്ങാനും ഇവിടുന്ന് മുങ്ങിയാലേ ഞങ്ങൾക്ക് വേണ്ട ഒരു തെളിവ്. മാനുഷിക പരിഗണന പോലും. ഞാനിപ്പോ മരുന്ന് വാങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഹലോ, ഷാലിനി എന്നൊരു പെൺകുട്ടിയെ കാർ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? പേരറിയില്ല. ഒരു ആക്സിഡന്റ് കേസ് ഇവിടെ കാഷ്വാലിറ്റിയിൽ വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ്. എവിടെയാ കാഷ്വാലിറ്റി? അവിടെ. ഓക്കെ, വാ. കൊണ്ടുവരുമ്പോ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരുന്നു. ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. തലയിൽ ചെറിയൊരു മുറിവുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എന്താ സംഭവിച്ചത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. ദാ ആ വരുന്ന ആളാ പേഷ്യന്റിനെ കൊണ്ടുവന്നത്. അതെ, മുങ്ങാള പരിപാടിയായിരുന്നല്ലേ? നിങ്ങളാരാ? നിങ്ങളല്ലേ ഞങ്ങളുടെ ഫ്രണ്ട് ഷാലിനിയെ കാർ അടിച്ച് വീഴ്ത്തിയത്? ഡോണ്ട് ടോക്ക് റബിഷ്. കാർ അടിച്ചു പോലും. ആ കുട്ടിയുടെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. കാർ അടിക്കുന്ന എന്തിനാണോ പേരറിയുന്നേ? മൈൻഡ് യു ലാംഗ്വേജ്, ഓക്കെ? ആക്സിഡന്റ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുത്തനും ഇല്ലായിരുന്നു ആ കുട്ടിയെ അവിടെ എത്തിക്കാൻ. അത് ചെയ്ത ഞാനിപ്പോ കുറ്റക്കാരൻ. നിങ്ങളോട് ആരാ പറഞ്ഞ എന്റെ വണ്ടി അടിച്ചതെന്ന്? അപ്പൊ ആ ഭാഗം ക്ലിയറായി. ഇനി അങ്ങോട്ട് ഞാൻ പറയാം. പോലീസ് വരുന്നു. അങ്ങനൊന്നും ഉണ്ടായില്ല.
സാർ, ഇവിടെ ഒരു ആന എത്തി കിടപ്പുണ്ട്. കുറച്ച് ദിവസം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കൊമ്പൊന്നും കാണാനില്ല. മിക്കവാറും അതിനുവേണ്ടി ആരെങ്കിലും വെടിവെച്ചിട്ടായിരിക്കും. അതെ, ഈ DIGക്ക് SP ക്കൊക്കെ എന്തിന്റെ കുഴപ്പ? ഇവന്മാര് തീവ്രവാദികളൊന്നും അല്ലല്ലോ. കുറച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും പൊങ്ങും. അപ്പൊ നമുക്ക് പിടിച്ചാ പോരെ? തന്നെ ആരല്ലോ പോലീസിലെടുത്ത്? ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ? എന്തൊരു ശുഷ്കാന്തി. എന്ത് പറ്റി രവി? എടോ, ചെയ്യുന്ന ജോലിയുടെ ഒരു ആത്മാർത്ഥയൊക്കെ വേണം. ചുമ്മാ ഒരുമാതിരി. ഇയാള് നല്ലൊരു പോലീസുകാരനായിരുന്നല്ലോ. എന്തൊരു വൃത്തിയുടെ നാട്ടുകാരണം. അല്ലെങ്കിൽ ഈ ആനയത്ത ഒരുമാതിരി ഓഞ്ഞമാണ്. ഒരു കാര്യം ഉറപ്പാ, പോലീസ് നമ്മുടെ പുറകെ തന്നെയുണ്ട്. എന്തായാലും എന്നെ പോലെ ഡൂപ്ലി കള്ളന് വേണ്ടിയല്ല. നിന്റെ കേസ് ഞാൻ ഉദ്ദേശിച്ചില്ല. പറ, അതുകൊണ്ട് ആദ്യം നീ കഥ പറ. എന്നിട്ട് വേണം എന്റെ റേറ്റ് കൂട്ടണം വേണ്ടി തീരുമാനിക്കാം. ശാലിനിയുടെ ഫ്രണ്ട്സിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അവർക്കെന്നെ വിശ്വാസമായി. ഞാൻ എപ്പോഴും പറയുന്നതാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ശാലിനിക്ക് കേൾവിശക്തിയില്ല. ഷീ ഈസ് ഡെഫ്. പക്ഷേ അവൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ ഓർഗന. ഓർഗൻ അല്ല, ഓർഫൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അനാഥനാണ്. ആരും അനാഥരായി ജനിക്കുന്നില്ലല്ലോ. അത് ശരിയാ. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഉമ്മയുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആത്മഹത്യ. അപ്പോ അച്ഛൻ? വാപ്പയും ഉമ്മ ഒന്നും എന്തിനാണെന്ന് എനിക്കറിയില്ല. വല്യപ്പ ഇന്നൊരു പറഞ്ഞിട്ടുമില്ല, ഞാൻ ഇന്നൊരു ചോദിച്ചിട്ടുമില്ല. ഇപ്പൊ വല്യപ്പ മയത്തായി. ഇനിയിപ്പോൾ അതൊട്ട് അറിയാനുള്ള മാർഗവുമില്ല. ഇനിയിപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? പോയവരൊക്കെ പോയില്ലേ. ജയിലിൽ വെച്ച ഉമ്മ എന്നെ പ്രസവിച്ച്. ഉമ്മയ്ക്ക് എന്നെ പെരുത്തിഷ്ടായിരുന്നു എന്നാ വല്യപ്പ പറഞ്ഞിട്ടുള്ളത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഉമ്മ ആത്മഹത്യ ചെയ്ത് എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഉമ്മ ജീവിച്ചിരുന്ന ഞാൻ ഉമ്മയുടെ കൂടെ ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ. എന്നിട്ട് വല്ല ഗുണമുണ്ടായി. വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ. സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ്. ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലണേന്നൊരു തോന്നല്. നമ്മള് ചെറുപ്പത്തിൽ പറയില്ലേ, അമ്മ വീട്ടിൽ പോവാ, അമ്മ വീട്ടിൽ പോവാന്ന്. സത്യം പറഞ്ഞപ്പോ എനിക്ക് അതാ ജയില്. ഇത്തവണത്തെ അമ്മ വീട്ടിലേക്കുള്ള പോക്ക് നിങ്ങൾ കാരണം മുടങ്ങിയത്. കൊണ്ടൊരു 50,000 കൂട്ടിത്തരുമോ? വേണ്ട, 3 മതി. 3എങ്കിൽ 3. ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാ? മുസ്തഫയ്ക്ക് മോഷണമൊക്കെ നിർത്തി ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ? പല ജോലിക്കും ശ്രമിച്ചതായി ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ തലവര ഉണ്ടെന്ന് പറയില്ലേ. എന്റെ തലവര കള്ളന്റെ. അതുകൊണ്ടല്ലേ ഈ മോഷണം വിജയിക്കാതെ പോയത്. 5 ലക്ഷം രൂപയാണ് കയ്യിൽ നിന്ന് പോയത്. അത് കിട്ടിയിരുന്ന ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാനായിരുന്നു പ്ലാൻ. അത് ഈറ്റിപ്പോയി. ഓ, അപ്പൊ അതിനാണ് 5 ലക്ഷം രൂപ എന്നോട് ചോദിച്ചത് അല്ലേ? പക്ഷെ അത് വിലപേശി 3 ആക്കിയില്ലേ. അത് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലേ. ശരി, 5 ലക്ഷം രൂപ കിട്ടിയിട്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ? നമ്മുടെ ചങ്ങായിക്ക് ഒരു മൊബൈൽ കടയുണ്ട്. നല്ല കച്ചവടമുള്ള കടയാ. ഓന് ദുബായിക്ക് പോകാനൊരു പൂതി. ഒരു 8 ലക്ഷം രൂപയ്ക്ക് കട കൊടുക്കാതാ പറഞ്ഞേ. എനിക്കാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് തരും. ബാക്കി ഇങ്ങനെ കുറേശ്ശെ കൊടുത്താന്നാ പറഞ്ഞേ. ആ കട വാങ്ങാനാ. അപ്പൊ ഈ 5 ലക്ഷം രൂപ കിട്ടിയ ഈ മോഷണപ്പടി നിർത്തും? അള്ളാണ് നിർത്തും. എന്നാൽ 5 ലക്ഷം രൂപ ഞാൻ തരാം. ശരിക്കും? പക്ഷെ വാക്ക് പറഞ്ഞ പോലെ മുസ്തഫ എന്നെ സഹായിക്കണം. എപ്പോ സഹായിച്ചു എന്ന് വെച്ചാൽ മതി. കള്ളനാണെങ്കിലും ഞാൻ ഒരു സത്യാന്തര സാറേ. ഒറ്റ വാക്കുള്ളൂ. ആ കമ്പിക്കാന്നേ ആ കൈ കാണിച്ചേ. മുസ്തഫ വാക്ക് കിട്ടും.
വിമൽ, ഞാൻ നാളെ വണ്ടിപ്പെരിയാറിന് പോവും. എന്റെ ആന്റിയെ കാണാൻ. ഞാനും വരട്ടെ. ആന്റി ഒന്ന് പരിചയപ്പെടാലോ. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നെ മതി. ആന്റി അല്പം ഓർത്തഡോക്സാ. ഞാൻ ആദ്യം നമ്മുടെ കാര്യം സ്ലോ ആയിട്ട് പ്രസന്റ് ചെയ്ത് സമ്മതിപ്പിച്ചിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ, ബട്ട് ക്യാൻ ഐ ഡ്രോപ്പ് യു? വീടിന്റെ മുന്നിൽ വിട്ടിട്ട് തിരിച്ചു പോന്നോളാം. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ലോങ് ഡ്രൈവ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. ഓക്കെ. രാവിലെ എനിക്ക് ഒബ്രോൺ മോളിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. 12 മണിക്ക് മോളിൽ വന്നാൽ മതി. ഓക്കെ, ഡൺ. കം, ലെറ്റ്സ് ജോയിൻ ദ പാർട്ടി. ആരാള്? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ശാലിനിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ അയാളെ കണ്ടിട്ടില്ലേ? ഇല്ല. ആ കുട്ടി അയാളെ കുറിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല? അയാളൊരു വൃത്തികെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് അയാളെ കാണുന്നത് പോയിട്ട് അയാളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അയാളെക്കുറിച്ച് ശാലിനി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത്? അയാളൊരു പോലീസുകാരനായിരുന്നു. അല്ലോ, നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന ആളൊരു പോലീസുകാരനാണോ? ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്തരക്കായിട്ട് വരും? അറിയില്ല. വേഗം വണ്ടി എടുക്ക്. എന്തു പറ്റി? ആ വൃത്തിയുടെ പോലീസുകാരൻ അയാൾ എന്നെ കണ്ടു. വേഗം പോവാം. Are you okay? ഞാൻ അത്യാവശ്യമായിട്ട് വണ്ടിപ്പെരിയാർ വരുന്ന പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചെത്തിയിട്ട് വിളിക്കാം. പിന്നെ ആ മേത്തേന്ന് വിളിക്കും. നീ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. യു നോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് മതി. ഓക്കെ, മതി. അതെ, അപ്പൊ ഇതോ? ആന്റിയാ. ഓ, എന്താ? അങ്കിളും ആന്റി പുറത്തു പോയിരിക്കുവാന്ന്. ഓ, അപ്പോ വീടിന്റെ കീയോ? അതിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട വിമൽ, ആന്റിയെ ഏത് നേരം വേണേലും എത്തും. നമ്മളെ ഇങ്ങനെ കണ്ട ശരിയാവത്തില്ല, അതുകൊണ്ടാ. ശരി, തന്നെ ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. See you. ബൈ. ബൈ.
എങ്ങനെയോ രക്ഷപ്പെട്ടു. ശാലിനി അവരുടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സാഹചര്യങ്ങളെല്ലാം എനിക്കെതിരായിരുന്നു. ശാലിനിയുടെ കീറിയ വസ്ത്രം ഞാൻ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വിശ്വസിച്ചില്ല. എൻ്റെയും അവളുടെയും സുഹൃത്തുക്കൾ പോലും. എനിക്കിനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവനെ കണ്ടെത്തിക്കൊല്ലണം. അവൻ ആരാന്നറിയാതെ എങ്ങനെ കണ്ടെത്തും? അവൻ്റെ വയറ്റിൽ ശാലിനി കമ്പി കുത്തി ഇറക്കിയൊരു മുറിവുണ്ട്. ആ നാട്ടിലെ എല്ലാ ആശുപത്രിയിലും ഞാൻ കയറിയിറങ്ങും. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. അതിനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. ഓ, ഇതാ കഞ്ചാവ് കൃഷിക്കാർ ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നുന്നു. കുറച്ചു നാൾ മുമ്പ് വരെ അവന്മാർക്ക് ഈ ഏരിയയിൽ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളൊരു തവണ കണ്ടെത്തി തീയിട്ട് നശിപ്പിച്ചതാ. അവർക്ക് ഇവിടെ എവിടെ ഒരു ഏറുമാടവും ഉണ്ട്. കള്ളവാറ്റും ഉണ്ടെന്ന് തോന്നുന്നു സാർ. നമുക്ക് പോണ്ടേ? എന്റെ കഥ ഞാൻ പറഞ്ഞു. എന്താണ് നിന്റെ കഥ? എന്താണ് നിന്റെ കഥ എന്ന്? എന്റെ അങ്ങനെ പറയാൻ മാത്രമുള്ള കഥയൊന്നുമില്ല. എന്തോ മോഷ്ടിച്ചെന്നല്ലേ പറഞ്ഞത്? എന്തായിരുന്നു സാധനം? ഒരു വാച്ച്. വാച്ച്? ഈ ചിഹ്ന മോഷണത്തിനാണോ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പറയാൻ മാത്രമുള്ള കഥയൊന്നുമില്ല. എവിടുന്നാ മോഷ്ടിച്ചത്? ഒബ്രോൺ മാളിന്ന്. അല്ല, ലുലു മാളിന്ന്. താനെന്ത് കള്ളനാടോ? മോഷ്ടിച്ച സ്ഥലം പോലും അറിയില്ല. ബെസ്റ്റ്. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കുന്നത് ഏതൊക്കെ ഫംഗ്ഷൻസ് നമുക്ക് അതിൽ പെയർ ചെയ്യാൻ പറ്റും? അതായത് ഈ വാച്ച് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യുകയാണെങ്കിൽ സോങ് സെലക്ഷൻ, വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വാച്ചിലൂടെ തന്നെ ഈസിയായി കൺട്രോൾ ചെയ്യാം. ഈ റോളക്സ് മുമ്പ് അവിടെ വന്നപ്പോൾ റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു സാർ. റോളക്സ് വാച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ കയ്യിൽ 3 മോഡൽസേ സ്റ്റോക്ക് ഉള്ളൂ. ഞാനത് സാറിനെ കാണിച്ചു തരാം. സാർ അവിടെയാണ് ഡിസ്പ്ലേ. ഇങ്ങോട്ട് ഓക്കെ സാർ. ചെയിൻ ഉള്ളതെന്നല്ലേ ലാസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ കുറച്ചുകൂടെ ട്രെൻഡ് പോകണം. ആ മോഡൽ സാർ, ഇതാണ് മോഡൽ. നോക്കോളൂ. 3 ഉള്ളൂ. അതല്ല, ഇതാണോ? എക്സ്ക്യൂസ് മീ സാർ. രണ്ടാമത്തെ അതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സാർ? അതിന്റെ കോസ്റ്റ് സാറിന്റെ ബഡ്ജറ്റിനേക്കാളും കുറച്ച് മുകളിലാണ്. ഒരു 1 lakh എബോവ് വരും. നോക്കിയാലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഇത് കാസിയോയുടെ ബേസ് സീരീസ്.
താനിത് എവിടെ നോക്കിയാണോ നടക്കുന്നത്? വാ എഴുന്നേക്ക്. എന്റെ കാലെന്താ? നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ കഥ കേട്ടിട്ടാണോ? ഏയ് ഒന്നുമില്ല. ഉമ്മയെ കുറിച്ച് ഓർത്തിട്ടാ? ഉമ്മയെ കുറിച്ച് ഓർത്തു പോയി. എഴുന്നേക്ക്. എന്താ? കാല് ഭയങ്കര വേദന. നീ ഒന്ന് ഇങ്ങോട്ടിരുന്നേ. ഇതങ്ങനെ കുഴപ്പം പിടിച്ച മുറിവൊന്നുമല്ല. വീണപ്പോൾ എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. ഏതായാലും പൊടി കയറണ്ട, കെട്ടിവെച്ചേക്കാം. ആ പോകുന്നത് റെയിൽവേ കോളനി മുസ്തഫയല്ലേ? എനിക്കും തോന്നി. പക്ഷെ അവന്റെ വേഷമൊക്കെ കണ്ടിട്ട് അതാവൻ തന്നെ. കണ്ടിട്ട് എന്തോ പന്തികേട്. സാർമാരെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാനിവിടെ ഒരു ഷോപ്പിങ്ങിനായിട്ട്. ഷോപ്പിങ്ങിന് ഇവിടെ? അത് സാറേ, എനിക്കിവിടെ ഷോപ്പിങ്ങിനായിട്ട് വരാൻ പാടില്ലേ? നീ എന്താടാ ഈ വേഷത്തിൽ? എങ്ങനെയുണ്ട് സാറേ? മുറ്റല്ലേ? ലുക്കല്ലേ? ഇവിടെ കിടന്ന് കൂടുതൽ വിളയല്ലേ? എന്റെ പൊന്നു സാറേ, ഞാൻ പോവാ. അങ്ങനെ പോയാലും നീ ഏതാണ്ട് ഇവിടുന്ന് ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല. ഏത് ഫ്രണ്ട്? സാർ അറിയില്ല, പുതിയൊരു ഫ്രണ്ടാ. നീ ആ ഫ്രണ്ട് കൂടെ ഇവിടെ എന്തോ പ്ലാൻ ചെയ്തോണ്ടിരുന്നേ? ഒന്നുമില്ല സാറേ, ഞങ്ങളൊരു സിനിമ കാണണം. 110 രൂപയ്ക്ക് സിനിമ? ഞാനല്ല ടിക്കറ്റ് എടുക്കുന്നത്, എന്റെ ഫ്രണ്ടാ. അവന്റെ ചെലവെന്താ? അവന്റെ ഉമ്മ ഹോസ്പിറ്റലാ. അപ്പൊ സാർമാർക്ക് വിശ്വാസമായല്ലോ. എന്താ പോയിക്കോട്ടെ. ഇവൻ ആള് തുരപ്പനാ. വിടണം. അങ്ങനെയൊന്നുമല്ല. സാർ വെച്ചോ. ആ വൃത്തിയുടെ പോലീസുകാരൻ അയാൾ എന്നെ കണ്ടു.
എടുത്തിട്ട് പൊക്കോളാം. ഒറ്റ വെക്കല്ല മകളെ, നീ ഉപദ്രവിക്കാൻ വന്നല്ലാന്ന് പറഞ്ഞില്ലേ? ആ ബാഗിൽ എടുത്തോളൂ. എന്റെ വാച്ച് കിട്ടാതെ ഞാൻ പോവില്ല. എടുത്ത പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്താ എന്തു പറ്റി? മുറിവ് എവിടെങ്കിലും തട്ടിയോ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന സെപ്റ്റിക് ആവും. ക്ലീൻ ചെയ്യണം. എഴുന്നേക്ക്. അത് കുഴപ്പമില്ല, ചെറിയൊരു മുറിവല്ലേ. ചെറിയ മുറിവാണെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് ഇൻഫെക്റ്റഡ് ആയി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. എഴുന്നേറ്റെ. എഴുന്നേക്ക്. വാ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ തോളത്ത് പിടിച്ചു. വേണ്ട. നീറ്റിലുണ്ടോ? ഹലോ, നീറ്റിലുണ്ടോന്ന്? മുസ്തഫയ്ക്ക് വേദന വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിൽ രക്തം കണ്ടാൽ എനിക്ക് തലയിറങ്ങുമായിരുന്നു. എന്ത് പണി? ഹോസ്പിറ്റലിലേക്കാ? എടാ ഇതുപോട്ട് അവിടെ ചെന്ന് ഞാൻ ഒരു പോലീസ് വിളിച്ചു പറയും. ഉറപ്പാ. ചെറിയ ഹോസ്പിറ്റലിൽ മതി. വയറിലൊന്ന് കയറി ഇറങ്ങിയിട്ടുള്ളൂ. പണിക്കടയിൽ വീണാന്ന് പറയാം. എന്നിട്ട് സാധനം കിട്ടിയാ? അതൊക്കെ പിന്നെ പറയാം. വണ്ടി ഇടാം. നിനക്കിത് എന്തു പറ്റി? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക. ഒരു വല്ലാത്ത മാറ്റം. ഞാൻ എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടാണല്ലോ. ഓ, പേടിച്ചു. എന്താണെങ്കിലും പറയടോ, കേൾക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുക, എത്രയോ മോഷണങ്ങൾ ഞാൻ നടത്തിയിരിക്കണം. അതിൽ 10-1 പോലും പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നീയോ കുറ്റം ചെയ്യാതെ പിടിക്കപ്പെട്ടിരിക്കുക. അതിനാണ് തലയിലെഴുത്ത് അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും പിരിഞ്ഞു. ഏട്ടനെ വളർത്തിയത്. അന്നു മുതൽ അച്ഛനും അമ്മയൊക്കെ ഏട്ടൻ തന്നെയാണ്. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയില്ലോ എന്ന് ഓർത്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഏട്ടത്തിയമ്മയ്ക്ക് ഞാനും ഏട്ടനും തമ്മിലുള്ള അടുപ്പം അത്ര ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരത്തി ഏട്ടനെ കൊണ്ട് അമേരിക്കയ്ക്ക് പറഞ്ഞു. പകരം ഏട്ടന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. എൻ്റെ വിരസതയുടെ ലോകത്തേക്ക് വന്ന ശാലിനി. അവൾ വന്നപ്പോഴാണ് ലൈഫിൻ്റെ ഒരു അർത്ഥം ഉണ്ടായത്. പക്ഷെ അവളും എന്നെ വിട്ടു. ഓനെ കൊന്ന നിങ്ങളുടെ പെണ്ണ് തിരിച്ചു വരും.
മനസ്സിലായില്ല. നടക്കാൻ പാടില്ലാത്ത നടന്നു. നിനക്കൊരു ജീവിതമില്ലേ ഭായി? കൊല്ലാതെ കൊലപാതകി ഇനി എന്ത് ജീവിതം? അതല്ല ഭായി, നിങ്ങളിപ്പോ ജയിലിൽ ആടിയ പ്രതിയ പഴയ പോലെ ഇറങ്ങിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങിയെടുക്കാതെ നിങ്ങൾ ഏട്ടനെ വിളിച്ച് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കിടക്കാൻ നോക്ക്. പോലീസ് അറസ്റ്റ് ചെയ്ത പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല, അതായിരുന്നു മറുപടി. അല്ലെങ്കിൽ തന്നെ ശാലിനിയെ കൊന്നവനെ കണ്ടെത്താനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ല, എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് പിന്നെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ പോലീസുകാരുടെ തല്ല് പേടിയാണ്, അത് കൊള്ളണേലും വേദം മരിക്കാന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ പോയി വിളിച്ചാലും കേരള പോലീസ് നിങ്ങളെ പൊക്കും. ഇനി അവർ പൊക്കിയ ഇതുവരെ കിട്ടിയ മാതിരിയായിരിക്കില്ല അവർ തല്ലുക. ഇല്ല മുസ്തഫ, വെറും വാക്ക് പറഞ്ഞതല്ല. ഇനി ഞാൻ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ നിന്നു കൊടുക്കില്ല. കാരണം അവർക്കെന്നെ ജീവനോടെ പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ. വേണ്ട മുസ്തഫ, ഇതിനെക്കുറിച്ചൊരു സംസാരം ഇനിയും വേണ്ട. എനിക്ക് അവനെ കണ്ടെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് നീ എന്നെ സഹായിക്കും. പകരം ഞാൻ നിനക്ക് പണം തരും, അത്ര തന്നെ. എന്താണ് വന്നിട്ട് മേടിക്കാൻ പറഞ്ഞില്ലേ? ആ സാധനമൊന്നുമില്ലേ? നീ എവിടെ പോ? നീ ഇതെവിടെയായിരുന്നു? അങ്ങനെ സ്ഥിരമായിട്ട് സ്ഥലമൊന്നുമില്ലായിരുന്നു, കറക്കായിരുന്നു. ഇവിടുത്തെ അവസ്ഥ എന്തായി? 2-3 പ്രാവശ്യം പോലീസ് അന്വേഷിച്ചു വന്നു. ആ വാച്ച് അടിച്ചു മാറ്റിയ നിന്നെ നല്ല സംശയമുണ്ട്. അതല്ലടാ മറ്റേ കാര്യം. മറ്റേ കാര്യം മച്ചാന്റെ ഷർട്ടില്ലേ, ആ പെൺകുട്ടിക്ക് ഒരു കാമുണ്ടായിരുന്നു. അവന് പോലീസ് അറസ്റ്റ് ചെയ്ത്. ആടാ മാനഭംഗ ശ്രമത്തിടെ കൊലപാതകം, പ്രതി കുറ്റം സംഭവിച്ചു. പോലീസ് അല്ലേ ചാമ്പാമ്പി ഉണ്ടാവില്ല? പിന്നെ ഉറപ്പല്ലേ? ആ വാച്ചിനെ കുറിച്ച് എന്തെങ്കിലും? അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലട്ടാ. അപ്പൊ അതവിടെ തന്നെ കാണും. നമുക്കൊന്ന് അവിടെ വരെ പോയി തപ്പിയാലോ? എന്തിന്? പോലീസിന് ആ വാച്ചിനെ കുറിച്ചിട്ട് ഐഡിയ ഇല്ലെങ്കിലോ? ഭാഷ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലോ? നിനക്കെന്താ പ്രാന്താണോ? ഒരു പ്രാവശ്യം പോയിട്ട് വിഷമം മാറിയാ? എടാ ഇടുപിടിന്ന് വീട്ടിൽ കയറി നോക്കാനില്ല, പിന്നെ പ്ലാനിൽ അവിടേക്ക് ഒന്ന് കറങ്ങി വാച്ച് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ കയറി സാധനം എടുക്കുക. നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാനില്ല. തന്നോടല്ലോ നിർത്താൻ പറഞ്ഞു. നിർത്താൻ പോയിരുന്നു സാർ. തന്നെ ഹെൽമെറ്റ് ഒന്ന് ഊരിയേ. ഒരു മിനിറ്റ് ഒന്ന് ഊരിക്കോട്ടെ. വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്ക്, പിന്നെ നിന്റെ ലൈസൻസും. ബുക്കും പേപ്പറും വേറെ സ്ഥലത്തിരിക്കാൻ ഞാൻ പോയി എടുത്തിട്ട് പറ്റേ. അത് ശരി, ഡോക്യുമെന്റ്സ് ഇല്ല. അപ്പൊ എസ് ഐ കണ്ടിട്ട് പോയാൽ മതി. അല്ല സാറേ, ഒരു പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് പോയി എടുത്തിട്ടാ. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, എസ് ഐ കണ്ടിട്ട് പോവാം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? നീ എന്താ കാണിക്കുന്നത്? ഇയാളൊന്നും മിണ്ടാണ്ടിരിക്കോ, ഞാൻ എങ്ങനെ ഒന്ന് പൊട്ടിച്ചോട്ടത്. കല്ലുകൊണ്ടടിച്ച പൊട്ടില്ലാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഓടി മടുത്തു. എന്തെങ്കിലും കഴിച്ചെടുത്ത ദിവസമായെന്നറിയോ? ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1 മണിക്കൂർ പോലും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ ഡയലോഗുകളായിരുന്നു. അപ്പൊ ഈ വാചകടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ അങ്ങനെ നോക്കുന്ന? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കൊരു സഹോദരനുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ലൈഫിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ എന്നെ സഹായിക്കുന്ന അവരാരുമല്ല, ഒരു അപരിചിതൻ. താൻ. ഇറ്റ്സ് സ്ട്രേഞ്ച്. താല്പര്യം ഉണ്ടായിട്ടില്ല, കാശ് കിട്ടുമല്ലോ നോർത്തിട്ടാ. ഇതാ എനിക്ക് നിന്നെ ഇഷ്ടം, യുവർ ഫ്രാങ്ക്നെസ്, ഈ തുറന്ന മനസ്സ്. അത് കണ്ടു. ആരെങ്കിലും ഉണ്ടാവോ? കണ്ടിട്ട് ആരുമില്ലെന്ന് തോന്നേ. വാ നോക്കാം.
മുസ്തഫ പേര് നോക്കാന്നേ, ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ. എന്താ? ഏയ് വല്ല പോലീസുകാരും വരണ്ടോ നോക്കിയതാ. പോലീസുകാരെ നോക്കാനല്ലോ നമ്മളിങ്ങോട്ട് കയറിയത്. നമുക്ക് ആവശ്യമുള്ള സാധനമൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് വേണ്ടേ? വേണ്ട, പഴകിയായിരിക്കും. നേരത്തെ വിശക്കുന്നു പറഞ്ഞിട്ട് അടുത്തൊന്നും അരുവിയില്ല. അതെന്തിനാ? വെറുതെ കയ്യിലിരിക്കട്ടെ. ഒരു ടേസ്റ്റും ഇല്ല. കുറച്ച് മസാല ഉണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ? നമ്മൾ ഏതാണ്ട് ഇവിടെയാണ്. ഇനി അവന്മാരെങ്ങനെ കാടിന് പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിലോ? അതിന് രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ കാടിന്റെ ഈ ഭാഗത്ത്, അതായത് കാട് അവസാനിക്കുന്ന ഭാഗത്ത് എത്തണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ വന്ന കാട്ടുവഴിയിലേക്ക് കയറണം. അല്ല സർ, ആ വഴിക്ക് ഒരിക്കലും അവർ പോകാൻ സാധ്യതയില്ല. അവിടെ നമ്മുടെ ഒരു ടീം പെട്രോളിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടി പോലീസ് ചെക്കിംഗ് ശക്തമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വീടുകളുണ്ട്, ട്രൈബൽ കോളനിയാണ്. ഒരു പക്ഷെ അവർക്ക് സഹായം കിട്ടി. ഇല്ലെങ്കിൽ വരുന്ന രണ്ട് തടവ് പുള്ളികളെ അവർ സഹായിക്കുമോ? ഈ ഭാഗത്ത് എവിടെയോ ഒരു കൊല്ലന്റെ ആലയം പഞ്ചവർഷക്കാർക്ക് തോക്കുവരുണ്ടായി കൊടുക്കുമെന്നാ പറഞ്ഞു കേൾക്കുന്നു. സർ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വിടണം സർ. എന്താ? എന്തു പറ്റി? അത് ഈ പോലീസ് വളഞ്ഞമാതിരി സ്വപ്നം കണ്ട. നേരം വെളുത്തു തുടങ്ങി, നമുക്ക് പോണ്ടേ? സർ, ഇതോ അവിടെ. മുസ്തഫ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
ഏയ്, ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? അല്ല, ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടേ ആ കൊലയാളിയെ പറ്റി പോലീസിനൊരു തുമ്പും കിട്ടിയില്ലേ? അവരന്വേഷിച്ചു, ഫിംഗർ പ്രിന്റ്സിന് വേണ്ടിയൊക്കെ നോക്കി, കിട്ടിയില്ല. പിന്നെ ടെറസിൽ അവൻ്റെ ബ്ലഡിന് വേണ്ടിയും പരിശോധിച്ചു, പക്ഷെ അതും കിട്ടിയില്ല. അതാ മഴയത്ത് ഒളിച്ചു പോയിട്ടുണ്ടാവും. എല്ലാം എൻ്റെ കാലക്കേട്, അല്ലാതെന്ത് പറയാൻ. അന്ന് മഴ പെയ്ത കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? നിങ്ങളല്ലേ പറഞ്ഞ? ഞാൻ പറഞ്ഞു. ആ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ഒന്ന് ഭയങ്കര മഴ ഇടി മിന്നലൊക്കെ ആയിരുന്നു. അവന്മാര് തന്നെയാ. സാറാവന്മാരൊക്കെ ചുട്ടു നിന്നിട്ടുണ്ട്. ഇത് വെച്ചെങ്ങാനും വിലങ്ങ് പൊട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടോ ആ തോക്ക് ഉപയോഗിച്ച് നമ്മുടെ വിലങ്ങ് പൊട്ടിച്ചൂടെ? പക്ഷെ അതെങ്ങനെ എടുക്കും? നമ്മളെന്തിനാ എടുക്കാൻ പോകുന്നത്? അവരോട് ചോദിച്ചാൽ പോരെ ഒന്ന് പൊട്ടിച്ചേരുമെന്ന്. ബെസ്റ്റ്. അവന്മാര് നമ്മളിപ്പോ തട്ടിയെന്ന് ചോദിച്ചാൽ അവരുടെ സ്ഥലം കണ്ടുപിടിച്ചവന്മാരെ അവർ പിന്നെ വെച്ചേക്കില്ല. അപ്പോ ഇനി എന്ത് ചെയ്യും? ടൂറിസ്റ്റ്. കൂട്ടം തെറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട്. Hey, come on! Hey, അടിക്കടാ അവനുകളാ.
നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാ. സാർ, നമ്മൾ അന്വേഷിക്കുന്ന തടവുകാരായിട്ട് ഇവരെ ഏറ്റുമുട്ടിയത്. ഇവരുടെ ഒരു തോക്കുമായിട്ടാണ് അവർ രക്ഷപ്പെട്ടെന്ന് സംശയമുണ്ട് സാർ. തോക്കുപോയി. വേഗം മുസ്തഫ, പോലീസ്. മുസ്തഫ, 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 മുസ്തഫ. മുസ്തഫ, പിടിക്ക്, പിടിക്ക്. കേറ്. എന്തു പറ്റി? പേടിച്ചു പോയോ? പിന്നല്ലാതെ കാലെടുക്കാൻ കിട്ടണ്ടേ? അടിയിൽ വീണ് ചതുപ്പായിരുന്നു. ആ ടീഷർട്ടും കൂടെ ഒരു കുളിച്ചു കയറിക്കോ. ഓ വേണ്ട. മുസ്തഫ, വാ. മുസ്തഫ, വാ, കേറ്. വേഗം. ഇനി എന്ത് ചെയ്യും? നമ്മൾ പെട്ടു. ഇനി രക്ഷയില്ല. ചാടാം. ഇവിടുന്ന് എന്ത് പ്രാതയി പറയണേ? താഴെ മുഴുവൻ വലിയ പാറകളാ. പിടികൊടുക്കാം, അതാ നല്ല. ഇല്ല മുസ്തഫ, പോലീസിന് പിടികൊടുക്കില്ലെന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. അതേ ഭായി, വെറുതെ അബദ്ധം കാണിക്കരുത്. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ നിരപരാധിയായിരുന്നുവെന്ന് ഈ ലോകത്തോട് പറയണം. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഇതൊക്കെ എൻ്റെ തലയിലെഴുത്ത അല്ലെങ്കിൽ വിധി.
രാജൻ, ക്യാൻ യു ഹിയർ മീ? രാജൻ, ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യണം. അവർക്ക് എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെന്തായാലും ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാവണം. സാറേ, എന്താ വരുന്നില്ലേ? കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഇത്തവണ ഞാൻ ശരിക്കും പേടിച്ചുപോയി. മതി, നമുക്കിതവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് തന്റെ വഴി. ഞാൻ എന്തായാലും പോലീസിന് പിടി കൊടുക്കാൻ പോവാ. അടുത്തു താൻ രക്ഷപ്പെടേ, എന്തെങ്കിലും ചെയ്യും. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ കൂടുതൽ പണം വേണം? എനിക്കതെന്റെ പണമൊന്നും വേണ്ട. ഇനി ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. ആഴ്ചകളും മാസങ്ങളും പോലീസിനെ വെട്ടിച്ചടന്ന നിനക്ക് ഇപ്പോഴെന്താ ഒരു ടെൻഷൻ? അല്ല, അതൊന്നും അല്ല നിന്റെ പ്രശ്നം. പണമാണ് നിന്റെ പ്രശ്നമെങ്കിൽ ചോദിക്കുന്നത് ഞാൻ തരാം. എനിക്ക് എങ്ങനെ പണം വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ സ്വത്ത് മുഴുവൻ തന്നാലും എനിക്ക് വയ്യ. നീ ഒരുപാട് മാറിയിരിക്കുന്നു. നീ എനിക്ക് വാക്ക് തന്ന വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രശ്നം നിർന്നില്ലേ? ഞാൻ പോവാ. എവിടുന്നാ മോഷ്ടിച്ചത്? ഒബ്രോൺ മാളിന്ന്. അല്ല, ലുലു മാളിന്ന്. ആ ടീഷർട്ടും കൂടി ഒരു കുളിച്ചു കയറിക്കോ. നിനക്ക് എന്തു പറ്റി? ഒരു വല്ലാത്ത മാറ്റം. ഞാൻ എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടാണല്ലോ. എന്താ അങ്ങനെ നോക്കുന്നു? എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നു? ഓനെ കൊന്ന നിങ്ങളുടെ പെണ്ണ് തിരിച്ചു വരും. അതാ മഴയത്ത് വിളിച്ചു പോയിട്ടുണ്ടോ? അന്ന് മഴ പെയ്ത കാര്യം നിനക്കൊന്നും മനസ്സിലായി? നീ എനിക്ക് തന്ന വാക്ക് തിരിച്ചെടുക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനായിട്ട് അത് നിനക്ക് തിരിച്ചു തരുന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇനിയൊരു ശല്യമായി ഒരിക്കലും ഞാൻ നിന്റെ മുന്നിൽ വരില്ല. ഇതിനെല്ലാം പകരമായി എൻ്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. എന്റെ ശാലിനിയെ കൊന്നത് നീയാണോ? ഓ, ഇപ്പൊ അങ്ങനായോ? താൻ എന്ത് ഭ്രാന്താണോ ഈ പറയണേ? എന്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. തന്റെ ഈ മണ്ട ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ പോവാ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നീ ഇവിടുന്ന് പോവില്ല. തനിക്കിത് എന്ത് പറ്റിയോ? ഇതുവരെ കാണാത്ത ആ പെണ്ണിനെ ഞാൻ എന്തിനാ കൊല്ലണേ? അപ്പൊ നീ അല്ല അവളെ കൊന്നത്. താൻ എന്തീ പറയണേ? ശാലിനിയെ കൊന്നത് നീയാണോ അല്ലയോ അതെനിക്കറിയണം. ഞാനല്ല. ശരി, ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ്. കുറച്ച് മണിക്കൂറുകളെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂവെങ്കിലും നീ ഇപ്പോ എന്റെ നല്ലൊരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ വേണം നമ്മൾ പിരിയേണ്ടത്. നിന്റെ ശരീരത്തിൽ ഞാൻ അന്വേഷിക്കുന്ന മുറിവില്ല എന്ന് കാണിച്ചു തന്നിട്ട് നീ പൊക്കോ. കണ്ടോ, കണ്ടില്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ? നിൽക്ക്. എനിക്ക് കാണേണ്ടത് ഇടതു ഭാഗം.
കൂടെ നടന്ന് പറ്റിക്കായിരുന്നല്ലടാ. എന്തിനാണ് അവളെ കൊന്നത്? പറയടാ, പറയാൻ. പറ്റിപ്പോയതാ, മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. എനിക്കിപ്പോ നിന്നെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ നീ പൊയ്ക്കോ. വിധി അങ്ങനൊന്നില്ല. അല്ലെങ്കിൽ ഞാനതിൽ വിശ്വസിച്ചിരുന്നില്ല. എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ വിധിയല്ല. പക്ഷെ ഇപ്പോ ഞാനൊരിക്കലും ചെയ്യരുന്ന് ആഗ്രഹിച്ച് ചെയ്യേണ്ടി വന്നു. ഇതിനെയാണ് വിധി എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാനും ആ വിധിയിൽ വിശ്വസിക്കുന്നു. എവിടെടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ? സാറിന് അവനെ തന്നെ വേണമെന്നുണ്ടോ? കൊലപാതകം ചെയ്ത ആളെ കിട്ടിയ പോലെ. ജീവിതത്തിൽ ആദ്യമായി പോലീസുകാർ തല്ലിയപ്പോ വേദനയ്ക്ക് വരും സന്തോഷം തോന്നി. ആദ്യമായിട്ട് നന്മ ചെയ്തു. ചെയ്യാതെ തെറ്റിന് അവന് ഒരുപാട് തല്ലുകൊണ്ട് ഇനിയും തല്ലുകൊള്ളായിരിക്കാൻ അവനെ തള്ളിയിട്ടേന്ന് ആ പാവത്തിന് മനസ്സിലായാം. ഇല്ലെങ്കിൽ അവൻ എന്നെ തേടി വരും. എന്തായാലും 5-6 കൊല്ലം പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയൊക്കെ വിധി. സാറേ, എന്താടാ? ഒരു മിനിറ്റ് സംസാരിച്ചു. പെട്ടെന്ന് വേണം. അടിപൊളിയല്ല, നല്ല സുന്ദരനായിട്ടുണ്ടാ. എത്ര കിട്ടി? 5.
മര്യാദക്കൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തിൽ തീരുന്ന ആണോ ഇപ്പൊ ഏതിന് കിട്ടിയത്? കൊലപാതകത്തിന് അപ്പൊ വാച്ചിട്ട് കിട്ടിയില്ലേ? ഒറ്റ വെറുതെ മോഷ്ടിക്കാൻ വേണ്ടി അവിടെ കയറി. ഇനി അതിന്റെ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല. പിന്നെ ആ വാച്ചോടെ പോയി. അതിപ്പോഴും സമസ്യ നിക്കുവാണല്ലോ. നീ വായിക്കൊള്ളാത്ത വാക്കൊക്കെ അവിടെ നിന്ന് പഠിച്ച. അതെ, ഞാൻ എന്തായാലും ഫ്രീ ആവില്ല. നീ ഒന്ന് പറ്റിയ വീട് വരെ പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്കും. ചിലപ്പോ കിട്ടിയാലോ. പിന്നെ എന്റെ ഉമ്മാടെ മോന്റെ വാച്ചല്ലേ. ഇതെന്നെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് പോലീസുകാരുടെ കൂട്ടത്തിൽ ആളല്ലേ? അയാളാ? ആ സാറേ, തന്നെ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോണ്ടായിരുന്ന പോലീസുകാരനല്ലേ? അയാളല്ലേ നിന്റെ കേസിന്റെ മഹസർ തയ്യാറാക്കി? അതെ. അയാൾക്കും തെറ്റി. അതോ കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ വില വരുന്ന ഒരു സ്വർണ്ണ വാച്ച് എറണാകുളത്ത് വെച്ച് മോഷണം പോയി. അതെങ്ങനെയോ അയാളുടെ കയ്യിൽ കിട്ടി. ആരും അറിയാതെ അത് വിൽക്കാൻ ശ്രമിച്ചു. പോലീസ് പിടിച്ചു. ആണാ? ഇപ്പൊ ആ ഭാഗം ക്ലിയറായി. നീയല്ലേ ആ വാച്ച് അടിച്ചു മാറ്റിയത്? ഒരു മിനിറ്റ് എന്നാലോചിക്കട്ടെ. അതെ, പക്ഷേ ആ ട്രോഫി സാറ് വെച്ചോളൂ. എനിക്കിതാ വേറെ കിട്ടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇല്ലാണല്ലേ? കുറച്ച് സാവകാശം തരണം. ഇത് വച്ചോ? എന്തത്? ഇതെന്താ സംഭവം? എം മുസ്തഫ നിന്റെ പേരാണല്ലോ. അതേടാ, നിയമം മാറിയ ഇപ്പൊ വക്കീലാണാ കക്ഷിക്ക് ഫീസ് കൊടുക്കണേ. 10 ലക്ഷം. മുസ്തഫ, നീ നിന്റെ വാക്ക് പാലിച്ചു. ഞാൻ എന്റെയും. ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ നീ ആവശ്യപ്പെട്ടതിലും ഇരട്ടി ഞാൻ തരുന്നു. വെറുക്കപ്പെടേണ്ടവർ സ്നേഹിക്കപ്പെടുന്നു എന്ന ജീവിതത്തിന്റെ വിരോധാഭാസം. നിയമം എന്നെ വെറുതെ വിട്ടെങ്കിലും സമൂഹം അതിന് തയ്യാറായില്ല. വില കൊടുത്ത് സ്വാതന്ത്ര്യം നേടിയവൻ എന്നവർ മുദ്രകുത്തുന്നു. പരിചിത മുഖങ്ങൾക്കിടയിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, പുതിയ ലക്ഷ്യങ്ങൾ തേടി.